സുനിത വില്യംസിനെ തിരിച്ചുകൊണ്ടുവന്ന ക്രൂ 9 ദൗത്യത്തിന് ശേഷം ചരിത്രം കുറിക്കുന്ന മറ്റൊരു ദൗത്യത്തിന് ഒരുങ്ങുകയാണ് സ്പേസ് എക്സ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി, കൃത്യമായി പറഞ്ഞാൽ ഒരു ISRO ബഹിരാകാശ യാത്രികൻ സ്പേസ് എക്സിന്റെ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2025 മാർച്ചിനും ജൂണിനും ഇടയിലായിരിക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുൾപ്പെടുന്ന ദൗത്യ സംഘവുമായി ആക്സിയം മിഷൻ 4 ദൗത്യം വിക്ഷേപിക്കുക. ഒരു സ്വകാര്യ ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയാകും ശുഭാൻഷു ശുക്ല. നാസയുടെ കെന്നഡി ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ദൗത്യത്തിന് 14 ദിവസമാണ് ദൈർഘ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് പൈലറ്റായ ശുക്ല മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ്. ആക്സിയം മിഷൻ 4 ദൗത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി പങ്കെടുക്കുന്നത് വഴി ഗഗൻയാൻ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പിന് ആവശ്യമായ ഒട്ടേറെ വിവരങ്ങളും അനുഭവ പരിചയവും ഇന്ത്യക്കും ലഭിക്കും. ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ആക്സിയം മിഷൻ 4 സംഘടിപ്പിക്കുന്നത്. വാണിജ്യ ഉപഭോക്താക്കളുമായി ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര നടത്തിയ കമ്പനിയാണ് ആക്സിയം സ്പേസ്. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും ഈ കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇതിലൂടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണിപ്പോൾ UP-കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ഇന്ത്യയുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണിപ്പോൾ UP-കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായ ശുഭാൻഷു അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കൈവരിക്കാനാകും ഇതിലൂടെ UP ലക്നൗ സ്വദേശിയായ ശുഭാൻഷു ശുക്ലയ്ക്ക്. നാസയുടെയും ISROയുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് മറ്റൊരു ഇന്ത്യക്കാരന് ബഹിരാകാശ യാത്രയ്ക്ക് വീണ്ടും അവസരമൊരുങ്ങുന്നത്. അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയായ ആക്സിയോമിന്റെ ആക്സിയോ മിഷൻ 4ന്റെ ഭാഗമായാണ് ശുഭാൻഷു ബഹിരാകാശത്തേക്ക് പോവുക. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പേടകത്തിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഇതിന്റെ ഭാഗമായ മലയാളി കൂടിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ശുഭാൻഷുവിന്റെ ബാക്കപ്പ് മാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ ശുഭാൻഷുവിന് ദൗത്യത്തിൽ പങ്കെടുക്കാനായില്ലെങ്കിൽ പ്രശാന്ത് ആയിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക. അങ്ങനെ വന്നാൽ ഇത് രാജ്യത്തിനും പ്രത്യേകിച്ച് മലയാളികൾക്കും സുവർണ നേട്ടമാകും. ശുഭാൻഷുവിന് പുറമെ സുനിത വില്യംസിനേക്കാൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ പരിചയസമ്പത്തുള്ള നാസയുടെ പെഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സാവോസ് ഉസാൻസ്കി, ഹംഗറിയുടെ ടിബോർ കംപു എന്നിവരാണ് ആക്സിയോ മിഷന്റെ ഭാഗമായുള്ള മറ്റു യാത്രികർ. ജൂണിനകം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇവർ 4 പേരും യാത്ര തിരിക്കും. 14 ദിവസമാണ് ദൗത്യത്തിന്റെ കാലാവധി. ശുഭാൻഷു യാത്ര കഴിഞ്ഞ് തിരികെ എത്തുന്നതോടെ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാന് മുതൽക്കൂട്ടാകും. അടുത്ത വർഷം ഗഗൻയാന്റെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.